ലിയോ കുട്ടാ, ആ അഴിച്ചു വിടട്ടെ. ആ വാ 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 വാനെ. വരും. ചോട്ടൂനെ എനിക്ക് കിട്ടിയൊരു ഒരു 4 വർഷം മുമ്പാണ് ചോട്ടൂനെ കിട്ടിയത്. ഇതുപോലെ ഒരു 15-20 ദിവസം പ്രായമുള്ള കുട്ടിയായിരുന്നു. കൊണ്ടുവന്നു എന്നോടൊപ്പം വന്ന് വളർന്ന് ഇതുപോലെ കൊണ്ടു നടന്ന് വളർത്തി. അവനാൾ ഒരു സാമാന്യത്തിൽ കഴിഞ്ഞ ബുദ്ധിയുള്ള ഒരു നായായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുള്ള ഇതായിരുന്നു. വീട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവനറിയാം. എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. അതിപ്പം വീട്ടിലുള്ളവരെല്ലാം പുറത്തു പോയാലും എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധമായിരുന്നു. പിന്നെ കഴിഞ്ഞ ജനുവരി 31 പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവനെ കാണാതായി. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അവന് അടുത്തൊരു കിണറിൽ അവൻ്റെ ബോഡിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മാനസികമായിട്ടൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവൻ്റെ കളികളും ഇവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുമൊക്കെ ഞങ്ങളൊരു ചാനൽ തുടങ്ങിയായിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അതിലിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 100K വ്യൂവേഴ്സൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാം നിർത്തി. കാര്യം ഇനി വയ്യാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ മാനസികമായി തകർന്നു പോയ ഒരവസ്ഥയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ അവനെ വളർത്തിയത്. ഇതുപോലെ എല്ലാവരും ഇതുപോലെ എടുത്ത് വളർത്തിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്താൻ എല്ലാ പരിപാടിയും നിർത്തി. ഇനി നായ വളർത്തുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ലേസ് മീഡിയ പ്രവീൺ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ നിർത്തേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അത് മാനസികമായൊരു വിഷമം തന്നെ ഉണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്രില്യൻ്റായ ഒരാൾ പോയിട്ട് ആ ഒരു വിഷമത്തിലായിരിക്കും. അപ്പോൾ അതിന് പകരം ഒരാളിനെ നമുക്ക് വളർത്തണം എന്ന് പറഞ്ഞിട്ട് അവർ ഇവനെ ലിയോയെ ഇവിടെ കൊണ്ടുതരികയായിരുന്നു. ഇത് ജർമ്മൻ ഷെപ്പേഡ്, ഒറിജിനൽ ജർമ്മൻ ഷെപ്പേഡ് ബ്രീഡാണ്. ട്രെയിനിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ട്രെയിനിങ് അത് അതൊരു പ്രൊഫഷണലായി പോകും. നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിങ് അല്ല, നമ്മുടെ കൂടെ കൊണ്ട് നടന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കൂടെ ഇപ്പം എന്തെങ്കിലും ചെയ്യുമ്പം അവൻ കാണുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു, അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവരുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇവനെയും അങ്ങനെ തന്നെയാണ്. ഇരിക്കെ വായിക്കേ അച്ഛൻ പറയുന്നതനുസരിച്ച് വായിക്കണം. വായിക്കും മിടുക്കൻ. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവന് ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു കഴിക്കാൻ അവനിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ 1-2 പ്രാവശ്യം പറയുമ്പം അവൻ ആ കഴിക്കുന്ന കാര്യത്തിന് വേണ്ടി അത് ചെയ്യും. പിന്നെ ഇത് കുറച്ച് പ്രാവശ്യം ആകുമ്പോഴേക്കും അവനങ്ങ് ബൈഹാർട്ടാവും. പിന്നെ നമ്മൾ കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. പിന്നെ ചിലപ്പം ചോട്ടുമൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചില ഉത്തരവാദിത്വങ്ങളുണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് ഞങ്ങളെ വിളിക്കണം. അത് അവൻ പുറത്താണ് വിളിക്കണം. പത്രം വന്ന് എടുത്തുകൊണ്ട് വരണം. എൻ്റെ കണ്ണട എടുത്തുകൊണ്ട് തരണം. അതൊക്കെ അവൻ്റെ ഉത്തരവാദിത്വങ്ങളിൽപ്പെട്ട കാര്യങ്ങളായിട്ടായിരുന്നു നോക്കിയത്. അത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയല്ല, അതവൻ ചെയ്യുന്ന പ്രവൃത്തികൾ. പറമ്പിൽ തേങ്ങ വീണാൽ എടുത്തുകൊണ്ട് വരിക, ഇതെല്ലാം അതവൻ്റെ ഒരു ജോലി, ഒരു ഉത്തരവാദിത്വം, വീട്ടിലൊരു അംഗത്തിൻ്റെ ഉത്തരവാദിത്വം. ആ രീതിയിൽ തന്നെ ചെയ്തത്. ഇവനിപ്പം എനിക്ക് പത്രം എടുത്തുകൊണ്ട് തരും. പത്രം പുറത്തൊക്കെ ഇട്ടാൽ എടുത്തുകൊണ്ട് തരാൻ പഠിച്ചു തുടങ്ങി. എടാ അവനെ പത്രം കൊണ്ടിടുന്നത്, പത്രം ഇടുന്നല്ലോ, പത്രം കൊണ്ടിടുന്നത്. പോയ പേപ്പർ ഞാൻ എടുത്തോണ്ട് വാ. ആ പേപ്പർ എടുത്തോണ്ട് വാ. ഓടിക്കൊണ്ടോ കൊണ്ടുതാ. മിടുക്കൻ. രാവിലെ എഴുന്നേറ്റ് രാവിലെ അവന് കുറച്ച് ഈ റോയൽ കനൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഡോഗ് ഫുഡുണ്ട്, അത് കൊടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് പോലുള്ള ഭക്ഷണങ്ങൾ, ഉച്ചയ്ക്കും അതുപോലെ തന്നെ മീനും ചോറും അങ്ങനെ. വൈകിട്ടും ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് തന്നെയാണ് പ്രധാനം. വല്ലപ്പോഴും ചിക്കൻ ഉണ്ടാവും, മുട്ട, പച്ചക്കറി ഐറ്റംസ്, ഇതെല്ലാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടായാലും മതി അവനെ സംബന്ധിച്ചിടത്തോളം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എന്തെങ്കിലും ജോലിക്കൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വൈഫുണ്ടാവും, അല്ലെങ്കിൽ മക്കളാരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ഫീലിംഗ് അവന് ഇതുവരെ തോന്നി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്നാലും വരുമ്പം അവൻ ആ ഒരു ഇത് കാണിക്കും. ചോട്ടുവിനെ പോലെ ആയില്ലെങ്കിലും അതിനോട് അടുപ്പമുള്ള വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കൂടെ നടക്കുക. ഇതുപോലൊരു നായെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും.
കാര്യം പിന്നെ ഒരു വലിയ നായ ഉണ്ടെങ്കിൽ വലുതല്ല ചെറുതായാലും ശരി തന്നെ ഒരു നായ ഉള്ളത് എപ്പോഴും നമുക്ക് വീട്ടിലൊരു നല്ല സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നത്. ഒരു ഒരാൾ മാത്രമേ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈഫ് മാത്രമേ ഉള്ളെങ്കിലോ കുട്ടികളും മക്കൾ മാത്രമേ ഉള്ളെങ്കിലോ ആരെങ്കിലും ഒറ്റയ്ക്കായാൽ പോലും അവർക്ക് നല്ല സുരക്ഷിതത്വം ബോധം ഉണ്ടാവും ഒരു നായ കൂടെ ഉണ്ടെങ്കിൽ. അത് തന്നെയാണ് ഇവരിൽ നിന്ന് നമ്മൾക്ക് ആകെ കിട്ടുന്നൊരു പ്രതീക്ഷ. ഇവിടാണ് ചോട്ടുവിനെ അടക്കിയിരിക്കുന്നത്. ചോട്ടു ഉറങ്ങുന്ന സ്ഥലം.